الحمد لله الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون وقال موسى ربنا إنك آتيت فرعون وملأه زينة وأموالا في الحياة الدنيا ربنا ليضلوا عن سبيلك ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم قال قد أجيبت دعوتكما فاستقيما ولا تتبعان سبيل الذين لا يعلمون ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ഫലസ്തീനിൽ നിന്ന് ഇയാദ് അൽ ഖത്റാവി എന്ന അൽ ജസീറയുടെ ലേഖകൻ ഇന്ന് രാവിലെ അൽ ജസീറ വഴി ഗസയിൽ നിന്ന് ലോകത്തേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കഥ ഗസയിലെ എല്ലാ മനുഷ്യരെയും പോലെ തന്റെ തന്നെ കഥയാണ്. ആ റിപ്പോർട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഗസയിൽ എങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തകന്റെ പ്രിവിലേജുള്ള ഒരാളുടെ പോലും ജീവിതം എന്ന് മനസ്സിലാക്കുന്നതിലൂടെ അത്തരം പ്രിവിലേജ് ഒന്നുമില്ലാത്ത അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ എഴുത്ത് അദ്ദേഹം തുടങ്ങുന്നത് അൽ ജൂഉ ലാ യുൻഹിഷു ജസദി ഫഖത്ത് ബൽ യഅബസു ബിഅഖ്ലി വദാകിറതി അയ്ളൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിശപ്പ് എന്റെ ശരീരത്തെ മാത്രമല്ല ബലഹീനമാക്കുന്നത്, മറിച്ച് അതെന്റെ ബുദ്ധിയെയും എന്റെ ഓർമ്മശക്തിയെയും വരെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്ന ഒരു മനുഷ്യരിൽ നിന്ന് കേവലം ഒരസ്ഥികൂടത്തിലേക്ക് ഞാൻ മാറിയിരിക്കുന്നു. പട്ടിണി അതിന്റെ എല്ലാ അതിരുകളും ഭേദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിശയോക്തിയില്ലാതെ തന്നെ പറഞ്ഞാൽ എന്റെ ശരീരബലത്തെ മാത്രമല്ല, എന്റെ എല്ലാ കഴിവുകളെയും, എന്റെ ആത്മവിശ്വാസത്തെയും, എന്റെ മനുഷ്യത്വത്തെയും, എന്റെ ആത്മാഭിമാനത്തെയുമൊക്കെ ഈ വിശപ്പ് കവർന്നെടുത്തിരിക്കുന്നു എന്നാണ്. കുറെ നാളുകളായി ഒന്നെണീറ്റ് നിൽക്കാൻ ശേഷി നൽകുന്ന വിധത്തിൽ ഭക്ഷണമെന്ന് പറയാവുന്ന ഒന്ന് രുചിച്ചു നോക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് എന്നെക്കുറിച്ചോർത്ത്, എന്റെ വിശപ്പിനെക്കുറിച്ചോർത്ത്, ശൂന്യമായ എന്റെ കരങ്ങളെ ഓർത്ത് എനിക്ക് നാണം വരുന്നു, എനിക്ക് ലജ്ജ തോന്നുന്നു, എനിക്ക് അപമാനം തോന്നുന്നു. വിശപ്പ് എന്റെ സുരക്ഷിത ബോധത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്താൻ ഉള്ള അന്വേഷണത്തിലുള്ള വെറും ഒരു ജീവിയായി ഞാൻ മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ എനിക്കൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. എനിക്ക് തന്നെ ഞാൻ പറയുന്നത് ആവർത്തിക്കുന്നതായി തോന്നുന്നു. നിത്യോപയോഗ സാധനങ്ങൾ വരെ എവിടെയാണ് വെച്ചത് എന്ന് പെട്ടെന്ന് മറന്നുപോകുന്നു.
വളരെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ഞാൻ അസ്വസ്ഥനാകുന്നു. യഥാർത്ഥത്തിൽ ഞാൻ അസ്വസ്ഥനായതുകൊണ്ടല്ല, എനിക്ക് വിശക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്റെ ശരീരം വളരെ ദുർബലപ്പെട്ടിരിക്കുന്നു. എന്റെ തലച്ചോറ് സ്തംഭിച്ചു പോയിരിക്കുന്നു. എന്റെ ബുദ്ധിക്ക് ആലോചിക്കാൻ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. മൊത്തത്തിൽ എനിക്ക് വലിയ ബലഹീനതയും ദൗർബല്യവും അനുഭവപ്പെടുന്നു. ഒരു പരഗതിയുമില്ലാതെ വിശന്നു വലയുന്ന എന്റെ മക്കളിലേക്ക് വെറുതെ നോക്കിയിരിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയാത്ത ഒരു പിതാവായി ഞാൻ മാറിയിരിക്കുന്നു. എന്റെ മക്കൾക്ക് ഭക്ഷണമായി ഒരു കഷ്ണം റൊട്ടിയെങ്കിലും കൊടുക്കാൻ കഴിയാത്ത മാനം കെട്ട പിതാവായി ഞാൻ മാറിയിരിക്കുന്നു. എന്റെ മനസ്സിലൂടെ കടന്നുപോകുന്ന കാര്യങ്ങൾ പങ്കുവെക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. എന്നെ ബാധിച്ച, എന്റെ കുടുംബത്തെ ബാധിച്ച, എന്നെ പോലെ ഗസയിലുള്ള എല്ലാവരെയും ബാധിച്ച ഉപരോധത്തിന്റെയും പട്ടിണിക്കിടലിന്റെയും ദുരന്ത ഫലങ്ങൾ അന്നം തേടി ഞാൻ ചന്തയിലേക്ക് ഇറങ്ങിയതാണ്. അവിടെ ഭക്ഷണം തയ്യാറാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഇറങ്ങിച്ചെന്നതാണ്. കയ്യിൽ കുറച്ചൊക്കെ പണമുണ്ട്. പക്ഷേ ആ ചന്തയിൽ നിന്ന് ഒന്നും വാങ്ങാൻ കഴിയാതെ, ഒന്നും വാങ്ങാൻ കിട്ടാതെ തിരിച്ചു പോരേണ്ടി വന്ന ഹതഭാഗ്യനായ ഗൃഹനാഥനാണ് ഞാൻ. അങ്ങനെ ദീർഘമായി താനും തന്റെ കുടുംബമെന്ന് പറഞ്ഞാൽ പറക്കമുറ്റാത്ത മക്കൾ, ഭാര്യ, പ്രായം ചെന്നെണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത മാതാവ്, ഇവരൊക്കെ അടക്കമുള്ള വലിയൊരു കുടുംബത്തിന്റെ ബാധ്യതയുള്ള ഒരു ഗൃഹനാഥൻ അന്നം വാങ്ങാൻ കിട്ടാതെ അത് കഴിക്കാനും കുടുംബത്തെ കഴിപ്പിക്കാനും കഴിയാത്തതിന്റെ വേദനയിൽ, അപമാനത്തിൽ കഴിയുന്നതിന്റെ ചിത്രങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത്. ആ കുറിപ്പ് അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ എന്റെ ഒഴിഞ്ഞ ടെന്റിൽ ഭക്ഷണമോ വെള്ളമോ ഇല്ലാത്ത എന്റെ ഒഴിഞ്ഞ ടെന്റിൽ ഞാൻ എന്റെ മക്കളുടെ ഇടയിൽ അവരുടെ വരണ്ടുണങ്ങിയ ശരീരത്തിലേക്കും നോക്കിയിരിക്കുകയാണ്. എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നുണ്ട്. ഏത് നിമിഷവും ഞാൻ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുമെന്ന് എനിക്ക് ഭയമുണ്ട്. പക്ഷേ എന്റെ മക്കളുടെ അവസാനത്തെ ആത്മവിശ്വാസവും അത് നഷ്ടപ്പെടുത്തി കളയുമെന്നുള്ളതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുകയാണ്. ഞാനിപ്പോൾ റസൂലിന്റെ ഒരു തിരുവചനം ഓർക്കുകയാണ്. മൻ ബാത ആമിനൻ ഫീ സർബിഹി മുആഫൻ ഫീ ജസദിഹി അൻദഹു ഖൂതു യൗമിഹി ഫഖദ് ഹൈസത് ലഹു ദുനിയ. ആരെങ്കിലും സ്വന്തം കൂടാരത്തിൽ സമാധാനത്തോടെ ഇരിക്കാനായാൽ, ശരീരത്തിന് ആഫിയത്തുണ്ടെങ്കിൽ, കയ്യിൽ ഒരൊറ്റ ദിവസത്തെ അന്നം കൂടിയുണ്ടെങ്കിൽ
അവൻ ഭൂമി മുഴുവൻ അതിജയിച്ചവനെ പോലെയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ തിരുവചനങ്ങളുടെ പൊരുളെന്താണ് എന്ന് ജീവിതം കൊണ്ട് ശരിക്കും അറിയുന്നവനാണ് ഞാനിപ്പോൾ. എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇത് ഗസയിലെ എല്ലാവരുടെയും അനുഭവമാണ്. ഇന്നത്തെ ലോകം വളരെ നിസ്സഹായതയോടുകൂടി അല്ലെങ്കിൽ നിസ്സംഗതയോടുകൂടി നോക്കി നിൽക്കുന്ന ലോകം കണ്ട ഏറ്റവും വലിയ നീചമായ മനുഷ്യ ദുരന്തം അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ. UN സെക്രട്ടറി ജനറൽ ഏറ്റവും ഒടുവിൽ പ്രസ്താവിച്ചിട്ടുള്ളത് ലോകത്ത് മാനവികത അതിന്റെ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. നമുക്ക് പ്രതീക്ഷയർപ്പിക്കാവുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംവിധാനത്തിന്റെ പോലും സെക്രട്ടറി ജനറലിന്, ഉത്തരവാദപ്പെട്ടയാൾക്ക് നിസ്സഹായതയോടുകൂടി ലോകത്ത് മാനവികത അവസാനിച്ചു പോകുന്നതിന്റെ, ലോകത്ത് മാനവികതയുടെ അവസാന ശ്വാസവും നിലച്ചു പോകാനിരിക്കുന്ന, അത് ചക്രശ്വാസം വലിക്കുന്നതിന്റെ അനുഭവങ്ങൾ പറയേണ്ടി വരുന്നു എന്നതിന് മുമ്പിലാണ് നമ്മളുള്ളത്. അതേസമയത്ത് ഒരു അർത്ഥത്തിൽ ലോകം കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഭരണകൂടങ്ങളുടെ അനങ്ങാപ്പാറ നയങ്ങൾക്കിടയിലും ലോകത്തിന്റെ പ്രധാന തെരുവുകളിൽ, ലോകത്തിലെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ വളരെ പ്രമുഖമായ ഈ ഫിത്നകൾക്കെല്ലാം നാന്ദി കുറിച്ച ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ മനുഷ്യത്വത്തിന്റെ നീതിബോധത്തിന്റെ അവസാനത്തെ കണിക വെച്ച് ഗസക്ക് നേരെയുള്ള, ഫലസ്തീനെതിരെയുള്ള ഉപരോധം അവസാനിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും മനുഷ്യരെ പട്ടിണിക്കിട്ട് വംശഹത്യ നടത്തുന്ന ക്രൂരത അവസാനിപ്പിക്കാനും ആവശ്യപ്പെട്ട് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ലോകത്തിന്റെ തെരുവുകളിലൊക്കെയും ലോകത്ത് മേധാവിത്വമുള്ള ഭരണകൂടങ്ങളുടെ അധികായന്മാർ പ്രത്യക്ഷപ്പെടുന്ന വേദികളിലും പരിസരങ്ങളിലും അവരുടെ പാർപ്പിടങ്ങളിലുമൊക്കെയും അതിന്റെ പരിസരങ്ങളിലൊക്കെയും ജനങ്ങൾ, പൗരസമൂഹങ്ങൾ തങ്ങളെ കൊണ്ടാകുന്ന പ്രക്ഷോഭ സമരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇസ്ലാമികമായ ബോധത്തിന്റെ, നമ്മളിലുള്ള മനുഷ്യനെന്നുള്ള നീതിബോധത്തിന്റെ അവസാനത്തെ കണിക പ്രകടമാകേണ്ടുന്ന സന്ദർഭമാണിത്. എന്താണ് ചെയ്യുക എന്ന കാര്യത്തിൽ നിസ്സഹായതയുടെ വലിയ ഒരു മറ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ നമുക്ക് ഈ സന്ദർഭത്തിൽ സാധ്യമാവണം. പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ, ലോകത്തുയരുന്ന അത്തരം പ്രക്ഷോഭ സമരങ്ങളുടെ കൂടെ നിൽക്കാനുള്ള ബാധ്യത നമ്മൾ നിറവേറ്റണം. ബഹിഷ്കരണം വലിയൊരു ആയുധമാണെന്ന് പലതവണ നമ്മൾ ഉപദേശിക്കപ്പെട്ടിട്ടും നമുക്കത് പ്രയോഗിക്കാൻ ഫലപ്രദമായി സാധ്യമായിട്ടില്ല. തെരഞ്ഞുപിടിച്ച് ഇസ്രയേലിനെ സാമ്പത്തികമായി നിലനിർത്തുന്ന, എല്ലാവരെയും ബഹിഷ്കരിക്കാനുള്ള ധീരത, അല്ലെങ്കിൽ അതിനുള്ള ഏറ്റവും ദുർബലമായ ഈമാൻ എങ്കിലും പ്രകടമാക്കേണ്ടുന്ന സന്ദർഭമാണിത്. ബ്രാൻഡുകൾ പറയുക ഈ ഒരു സന്ദർഭത്തിൽ സാധ്യമല്ല, അത്രയും വലുതാണ് അതൊക്കെയും. പക്ഷേ
നമുക്കെല്ലാവർക്കും സംശയരഹിതമായി ബോധ്യമുള്ള ബ്രാൻഡുകളെ പോലും അവഗണിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നിടത്തേക്ക് നമ്മുടെ നീതിബോധവും നമ്മുടെ ജനാധിപത്യ ബോധവും നമ്മുടെ ഇസ്ലാമിക ബോധവും ഒന്നും വളർന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തെരഞ്ഞത് പിടിച്ച് ബഹിഷ്കരിക്കേണ്ടവരെ ബഹിഷ്കരിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റണം. കാര്യങ്ങൾ കീഴ്മേൽ മറിയാൻ ഭൂമിയിൽ നിന്ന് ആത്മാർത്ഥതയുള്ള ഒരു പ്രാർത്ഥന മതി എന്നാണ് വിശ്വാസികളെ എന്നുള്ള നിലക്ക് നമ്മൾ കരുതുന്നത്. കാര്യങ്ങൾ വളരെ വളരെ ക്ലാരിറ്റിയോടുകൂടി വേർതിരിഞ്ഞതിന് ശേഷം മൂസ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ റബ്ബന ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തി ദുനിയ, അല്ലാഹുവേ നീ ഫിർഔനും അവന്റെ കൂട്ടക്കാർക്കും ഈ ഭൂമിയിൽ ധാരാളം സമ്പത്തും അലങ്കാരങ്ങളും നൽകിയിരിക്കുന്നു. റബ്ബനാ ലിയുദില്ലു അൻ സബീലി, നാഥ അതൊക്കെയും അവർ ജനങ്ങളെ വഴികേടിലാക്കാൻ വേണ്ടിയാണ്, ജനജീവിതത്തെ അതിന്റെ സ്വസ്ഥതയിൽ നിന്ന് വഴിതിരിച്ചുവിടാനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റബ്ബന തുമിസ് അലാ അംവാലിഹിം, ഞങ്ങളുടെ നാഥ അവരുടെ സമ്പത്തുക്കളിൽ നീ നാശമുണ്ടാക്കണമേ. വഷ്ദുദ് അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ നീ കഠിനതരമാക്കണമേ എന്ന് പറഞ്ഞാൽ അവയെ അടച്ചു കളയണമേ. ഫലാ യുഅ്മിനൂ ഹത്താ യറവുൽ അദാബൽ അലീം, വേദനാജനകമായ ഗുണപാഠം നൽകുന്ന മാതൃകാപരമായ ഒരു ശിക്ഷ കണ്ടാലല്ലാതെ നന്നാവുകയില്ലെന്ന് തീരുമാനിച്ചുറച്ചവരാണ്. ഇങ്ങനെ ഒരു പ്രാർത്ഥന മൂസാ പ്രവാചകനിൽ നിന്ന് അല്ലാഹുവിലേക്ക് ഉയർന്നപ്പോഴാണ് ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ, അല്ലാഹുവിന്റെ മറുപടി ഉണ്ടായത്, നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ഫസ്തഖീമാ, അതുകൊണ്ട് നിങ്ങൾ നീതിയുടെ മാർഗത്തിൽ, വിശ്വാസത്തിന്റെ മാർഗത്തിൽ, പോരാട്ടത്തിന്റെ മാർഗത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. വലാ തത്തബിഅനി സബീലല്ലദീന ലാ യഅലമൂൻ, വിവരം കെട്ടവരുടെ മാർഗം സ്വീകരിക്കാതിരിക്കുക. അല്ലാഹുവിന്റെ ആ പ്രതികരണത്തിന്റെ മുകളിലേക്കാണ് ഫിർഔനിന്റെ അന്ത്യവും ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചനവും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഫലസ്തീനിൽ യുദ്ധമാണ് നടന്നുകൊണ്ടിരുന്നത്. യുദ്ധത്തിന്റെ റിപ്പോർട്ടുകളാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരുന്നത്. യുദ്ധത്തിന്റെ ഭാഗമായി, അത് ഏകപക്ഷീയമാണെങ്കിൽ കൂടി യുദ്ധത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള ബോംബാക്രമണങ്ങളിലൂടെ, വെടിവെപ്പുകളിലൂടെ ധീര രക്തസാക്ഷിത്വം വരിക്കുന്ന ഫലസ്തീനുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് വരുന്ന വാർത്തകൾ, ഈ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാർത്തകൾ, പട്ടിണി കിടന്ന് മരിക്കുന്ന ശുഹദാക്കളുടെ വാർത്തകളാണ്. 100-ലധികം ആളുകൾ മെയ് മാസം മുതൽ പട്ടിണിക്കിരയായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൽ പോഷകാഹാരക്കുറവ് കൊണ്ട്, തീരെ അന്നം കിട്ടാത്തതുകൊണ്ട് മരണപ്പെട്ടുപോയ, എല്ലും തോലുമായി മരണപ്പെട്ടുപോയ പിഞ്ചു മക്കൾക്ക് അന്നം തേടി എയ്ഡ് ക്യാമ്പുകളിൽ ഭക്ഷണത്തിന്റെ പാത്രവും പിടിച്ച് ക്യൂ നിൽക്കുന്നതിനിടയിൽ തളർന്നു വീണ മുതിർന്നവരായ പ്രായം ചെന്ന മാതാപിതാക്കന്മാർ UN-ൽ നിന്ന് പിടിച്ചുവാങ്ങി ഭക്ഷണ വിതരണമൊക്കെ ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് അമേരിക്കയും ഇസ്രയേലും ഏറ്റെടുത്ത സഹായ വിതരണ ക്യാമ്പുകൾക്ക് മുന്നിൽ അന്നത്തിന് പാത്രവുമായി, കയ്യിൽ ചാക്കുമായി കാത്തുനിന്നവർക്ക് നേരെ അമേരിക്കൻ ഇസ്രയേലി സൈനികർ വെടിയുതിർത്തുന്നതിനെ തുടർന്ന് ആ വെടിയേറ്റ് മരണപ്പെട്ടു പോയവർ. അങ്ങനെ ലോകത്തിന്റെ ചരിത്രത്തിൽ ഹോളോകോസ്റ്റിന്റെ കാലത്ത് പോലും കേട്ടുകേൾവിയില്ലാത്ത
ക്രൂരതകൾക്ക് ഒരു ജനത ഇരയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരൽപ്പം ജാഗ്രതയുണ്ടാകേണ്ടതാണ്. പ്രാർത്ഥന കൊണ്ട്, ഐക്യദാർഢ്യം കൊണ്ട് കൂടെ നിൽക്കേണ്ടുന്ന, പ്രക്ഷോഭങ്ങൾ കൊണ്ട് ആ ജനതയുടെ കൂടെ നിൽക്കേണ്ടുന്ന സന്ദർഭമാണിത്. നിരാശ ബാധിക്കേണ്ടതില്ല നമ്മൾ. മറുഭാഗത്ത് അവിടെ നിന്ന് തന്നെ വരുന്ന വാർത്തകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു ജനതയുടെ ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും അവരുടെ സ്വാതന്ത്ര്യമോഹത്തെയും കീഴടങ്ങാത്ത അവരുടെ ദേശസ്നേഹത്തെയും ഒക്കെ പരാജയപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, പട്ടിണി കിടന്ന് ഞങ്ങൾക്ക് അന്നം തരൂ എന്ന് വിലപിക്കുന്ന മക്കൾ തന്നെ പക്ഷേ എന്തു വന്നാലും ഞങ്ങൾ ഈ മണ്ണ് വിട്ടു പോവുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ധീരന്മാരുടെ വചനങ്ങളും നമുക്കവിടെ നിന്ന് കേൾക്കാനുണ്ട്. ഏറ്റവും ഒടുവിൽ ഇങ്ങനെയൊക്കെ ആയിട്ടും വളരെ കൃത്യമായ പദ്ധതികളോടെ വെടിനിർത്തൽ കരാറുകൾക്ക് ഉള്ള തങ്ങളുടെ പ്രതികരണം മുന്നോട്ട് വെച്ച ഹമാസ് കീഴടങ്ങാൻ ഒരുക്കമല്ല. ആത്മാഭിമാനം വിട്ട് മണ്ണിനെ വിട്ടുകൊടുത്ത് അധിനിവേശത്തെ അംഗീകരിച്ച് ഒരു കീഴടങ്ങലിന് സന്നദ്ധമല്ല എന്നതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് ഏറ്റവും ഒടുവിൽ അമേരിക്കയെയും ഇസ്രയേലിനെയും ചൊടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ചെക്ക് വിളിക്കപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാത്തതുകൊണ്ട് കളി വൈകിപ്പിക്കുക എന്ന തന്ത്രത്തിലേക്ക് ഇന്നത്തോടുകൂടി അമേരിക്കയും ഇസ്രയേലും കടന്നിരിക്കുന്നു. വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരുന്ന സമാധാന ചർച്ചകൾക്കിടയിൽ നിന്ന് തങ്ങളുടെ പ്രതിനിധികളെ പിൻവലിച്ചിരിക്കുന്നു. തങ്ങൾക്ക് കൂടുതൽ വിഷയത്തെക്കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞു, കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുമ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ മനുഷ്യ ജനത എന്നുള്ള നിലക്ക് കുട്ടികളെ അറുകൊല ചെയ്യുന്നവരെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ നമുക്ക് ഓർമ്മ വരിക സ്വാഭാവികമായും ഫിർഔനെയാണ്. ഫിർഔന്റെ കഥയാണ് നമ്മൾക്ക് ഓർമ്മ വരിക. ഫിർഔന്റെ കഥയിൽ നിന്നുള്ള പാഠങ്ങൾ ധാരാളമാണ്. ആ പാഠങ്ങൾ ഓർക്കേണ്ടുന്ന സന്ദർഭമാണിത്. ആ പാഠങ്ങളിൽ ഒന്ന്, ഫിർഔന്റെ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അന്ന ഖദറല്ലാഹി നാഫിദുൻ ലാ മുഹാല. അള്ളാഹുവിന്റെ ഖദർ എല്ലാറ്റിനും അള്ളാഹ്ക്കൊരു കണക്കുണ്ട്, അള്ളാഹ്ക്കൊരു വിധിയുണ്ട്. ആ വിധി കൃത്യമായ അളവ് പ്രകാരം സംഭവിക്കേണ്ടുന്ന സമയത്ത് സംഭവിക്കേണ്ടുന്ന കനത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അതിനെ തടയാൻ ആർക്കും കഴിയില്ല എന്നതാണ്. കാരണം മൂസയുടെ വരവിനെ തടയാൻ ആയിരക്കണക്കിന് കുട്ടികളെ കൊന്ന ഫിർഔന് ഒടുവിൽ സംഭവിച്ചത്, യഥാർത്ഥത്തിൽ മൂസ വന്നപ്പോൾ ആ മൂസയെ സ്വീകരിച്ച് കൊട്ടാരത്തിൽ പോറ്റി വളർത്തേണ്ടി വന്നു ഫിർഔന് എന്നതാണ് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യനെയും അയാളുടെ വിശ്വാസത്തിൽ, അയാളുടെ നിലപാടുകളിൽ ഫസാദുണ്ടാക്കാൻ, മാറ്റം വരുത്താൻ കഴിയില്ല എന്ന പാഠമാണ് ഫിർഔന്റെ കഥ പറയുന്നത്. അന റബ്ബുക്കുമുൽ അഅല എന്ന് ഫിർഔൻ ഉറക്കെ പ്രഖ്യാപിച്ച കൊട്ടാരത്തിൽ തന്നെയാണ്, അതിന്റെ ഒരു അപ്പുറത്തൊരു മുറിയിലിരുന്ന് ഫിർഔനിന്റെ ഭാര്യ സുബ്ഹാന റബ്ബിയൽ അഅല, അത്യുന്നതനായ നാഥൻ എന്റെ റബ്ബാണ്, അവൻ പരിശുദ്ധനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് എന്നതാണ്. ഒരു സൈന്യം അടിമുടി വന്നാലും ഒരു വിശ്വാസിയെ അവന്റെ വിശ്വാസത്തിൽ നിന്ന്, നിലപാടുകളിൽ നിന്ന്, സ്വബറിൽ നിന്ന്, തവക്കുലിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയില്ല എന്ന പാഠമാണ്. വലിയ ഒരു സൈന്യം ഭീഷണിപ്പെടുത്തിയിട്ടും കീഴടങ്ങാൻ കൂട്ടാക്കാതിരുന്ന ഫിർഔനിന്റെ കാലത്തെ ഫിർഔനിന്റെ തന്നെ മാരണക്കാരുടെ കഥ പറഞ്ഞു തരുന്നത് എന്നതാണ്. ഫിർഔനിന്റെ കഥ പറഞ്ഞു തരുന്ന മറ്റൊരു പാഠം, അടിമകൾ അവർ തന്നെയാണ് അവർക്കുള്ള വിലങ്ങുകൾ സ്വന്തം കരങ്ങൾ കൊണ്ട് പണിയുന്നത് എന്നതാണ്. ബനൂ ഇസ്രായേൽ സമൂഹം കീഴടങ്ങാനും മുതുക് കുനിഞ്ഞുകൊടുക്കാനും
അതിന് പുറത്ത് കയറാൻ ഫിർഔൻ അനുവാദം നൽകിയത് കൊണ്ടും മാത്രമാണ്, കമഴ്ന്ന് കടന്നുകൊടുത്തത് കൊണ്ട് മാത്രമാണ് ഫിർഔന് അവർക്ക് മേൽ ആധിപത്യം നേടാൻ കഴിഞ്ഞത്. അതേസമയത്ത് കീഴടങ്ങാൻ ഒരുക്കമല്ലാത്ത ഇച്ഛാശക്തിയുള്ള ഒരു സമൂഹം, ആ സമൂഹത്തിന് മേലുള്ള ആധിപത്യം മനുഷ്യർക്ക് സാധ്യമല്ല, ഏതേകാധിപതിക്കും സാധ്യമല്ല, ഏതു വലിയ സൈനിക ശക്തിക്കും സാധ്യമല്ല എന്ന പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ സഹായിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കേവലം കുത്തിപ്പിടിക്കാനും ആടുകൾക്ക് മരത്തിൽ നിന്ന് ഇലകൾ പറിച്ചു കൊടുക്കാനും മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വടി കൊണ്ടാണെങ്കിലും അള്ളാഹുവിന്റെ സഹായം ഭൂമിയിലേക്ക് വന്നിറങ്ങുമെന്നും, അതേസമയത്ത് അള്ളാഹു ഒരു കൂട്ടരെ പരാജയപ്പെടുത്താൻ തീരുമാനിച്ചാൽ ഏറ്റവും ശക്തമായ സൈനിക ശേഷിയുള്ളതോടൊപ്പം അവർ അള്ളാഹു നിശ്ചയിച്ച ഭൂമിയിലെ ഇടങ്ങളിൽ ആണ്ടുപോവുകയോ മുങ്ങിച്ചാവുകയോ ചെയ്യുമെന്ന പാഠം ഫിർഔന്റെ കഥയിൽ നിന്നുണ്ടാകുന്ന പാഠമാണ്. ഈ ഭൂമിയിലുള്ള കാര്യകാരണ ബന്ധങ്ങൾ അത് ഈ ഭൂമിയിലെ സൃഷ്ടികൾക്ക് മാത്രം ബാധകമാണെന്നും സൃഷ്ടാവായ അള്ളാഹുവിന് അത് ബാധകമല്ലെന്നും ഉള്ള പാഠം ഫിർഔനിന്റെ കഥ നമുക്ക് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട പാഠമാണ്. അതുകൊണ്ടാണ് കുട്ടികൾ മുങ്ങിച്ചാവുമായിരുന്ന നദിയിൽ ആ നദി ഒരു ഡെലിവറി ബോയിയെ പോലെ മൂസാ പ്രവാചകൻ സൂക്ഷിച്ചു വെക്കപ്പെട്ട ഒരു പെട്ടി, ആ പെട്ടിയെ ഭദ്രമായി ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് ഡെലിവർ ചെയ്യുന്ന ഒരു ഡെലിവറി ബോയിയുടെ, ഒരു ഡെലിവറി മാന്റെ ഉത്തരവാദിത്തം കടൽ നിർവഹിച്ചത്, അല്ലെങ്കിൽ ഒരു നദി നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതേസമയത്ത് പുറത്ത് മനുഷ്യന്റെ എന്നല്ല സകലത്തിന്റെയും ജീവന്റെ ഉത്ഭവം എന്ന് വിശുദ്ധ ഖുർആൻ, കാരണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള അതേ വെള്ളത്തിൽ മുങ്ങിച്ചാവാനാണ് ഫിർഔന് വിധിയുണ്ടായത് എന്നതാണ്. വെള്ളം അങ്ങനെ സംഭവിക്കേണ്ടതല്ലാതിരുന്നിട്ട് പോലും അങ്ങനെ സംഭവിച്ചുവെന്നും അതേ വെള്ളം, അതേ കടൽ ബനൂ ഇസ്രായേൽ സമൂഹത്തിന് മുമ്പിൽ രക്ഷാമാർഗമായി പരിണമിച്ചു എന്നതും ഫിർഔനിന്റെ കഥയിൽ നിന്നുള്ള ഗുണപാഠമാണ്. അവസാനമായി ഫിർഔനിന്റെ ചരിത്രത്തിലെ, മൂസാ പ്രവാചകന്റെ ചരിത്രത്തിലെ ഗുണപാഠങ്ങളിൽ അവസാനത്തേത് ഈ ഭൂമിയും പ്രപഞ്ചവും മുഴുവൻ അള്ളാഹുവിന്റെ സൈന്യമാകുന്നു. സകലതും അള്ളാഹുവിന് ഉപയോഗിക്കാനുള്ള ആയുധങ്ങളാകുന്നു. അതിൽ ഏതായുധം, ഏത് സൈന്യത്തെ ഏത് വിധത്തിൽ എപ്പോൾ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു മാത്രമാണ്. ആ തീരുമാനത്തിന് എടുക്കുന്ന ഒരു സമയത്തിന്റെ മാത്രം വ്യത്യാസത്തിലാണ് ഭൂമിയിൽ ഈ ക്രൂരതകളൊക്കെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആത്മവിശ്വാസം പുലർത്താൻ, എന്ന ദൈവവിശ്വാസം പുലർത്താൻ, എന്ന ഈമാനിക ബോധവും തവക്കുലും പുലർത്താൻ ഈ സന്ദർഭത്തിൽ വിശ്വാസികൾക്കാവണം. ഗസ്സക്കാർക്ക് ആവോളമുണ്ട് ഈ പട്ടിണിക്കാലത്തും, നമുക്കതുണ്ടാവട്ടെ. ആ ബോധത്തിൽ നിന്ന് നമ്മളിൽ നിന്ന് ഉയർന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരങ്ങൾ ഉണ്ടാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗസ്സയിലെ നമ്മുടെ സഹോദരങ്ങളെ അവരനുഭവിക്കുന്ന പട്ടിണിയിൽ നിന്ന്, പരിവട്ടങ്ങളിൽ നിന്ന്, അവരനുഭവിക്കുന്ന ഉപരോധങ്ങളിൽ നിന്ന്, യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന് ഒക്കെയും കാലാകാലത്തേക്ക് വിമോചിപ്പിച്ച് അവർക്കൊരു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ ആവശ്യമായ ഈമാനും തഖ്വയും സബറും
ഒക്കെ ഉണ്ടാവുക എന്നതാണ് വളരെ സങ്കീർണമായ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കാവശ്യമായ ആ കരുത്തൊക്കെയും നമുക്ക് നേടിയെടുക്കാനുള്ളത് അള്ളാഹുവിന്റെ ദീനിൽ നിന്നാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളിൽ നിന്നാണ്. അറിവിൽ നിന്ന് അകലുമ്പോഴാണ് നമുക്ക് ജീവിക്കാനുള്ള കരുത്ത് നഷ്ടപ്പെടുക. അറിവിന്റെ അടിസ്ഥാന സ്രോതസ്സ് വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് ഖുർആനിന്റെ പഠനം എന്ന് പറയുന്നത് വ്യക്തിതലത്തിലും സാമൂഹ്യ തലത്തിലും വളരെ പ്രധാനമാകുന്ന കാലത്തുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മഹലിന്റെ ആഭിമുഖ്യത്തിൽ മാസാന്തം വിശുദ്ധ ഖുർആനെ അതിന്റെ മർമ്മത്തിൽ പഠിക്കാനുള്ള ഒരു വേദി എന്നുള്ള നിലക്ക് മാസാന്ത ഖുർആൻ ടോക്കുകൾ സംഘടിപ്പിക്കാൻ മഹല്ല് തീരുമാനിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ആദ്യത്തെ ഒരു പ്രോഗ്രാം, അതിന്റെ ഒരു ഉദ്ഘാടന പരിപാടി ഈ വരുന്ന ചൊവ്വാഴ്ച 29-ാം തീയതി ചൊവ്വാഴ്ച മഗ്‌രിബിന് ശേഷം അൽജാമിയ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. ബഹുമാന്യനായ VT അബ്ദുള്ള കോയ തങ്ങൾ ആ ഖുർആൻ ടോക്ക് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. എല്ലാ മഹല്ല് വാസികളോടും ആ പരിപാടികളിൽ സംബന്ധിക്കണമെന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് നേടാനും ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ നിലകൊള്ളാനുള്ള, ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ വെളിച്ചവും കരുത്തും സ്വായത്തമാക്കാനും ജീവിതത്തിന്റെ സങ്കീർണതകളൊക്കെയും ഈമാൻ കൊണ്ട് മറികടക്കാനും നമുക്ക് കരുത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗസയിൽ യുദ്ധത്തിനിരയാകുന്ന, ഉപരോധത്തിനിരയാകുന്ന, പട്ടിണിക്കിരയാകുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പിഞ്ചുമക്കൾ, നമുക്ക് പ്രിയപ്പെട്ടവർ, നമ്മുടെ ചോരയാണവർ, നമ്മുടെ ദീനാണവർ, നമ്മുടെ ഉടപ്പിറപ്പുകളാണവർ. നമുക്ക് വേണ്ടി കൂടിയാണ് അവർ ഈ ത്യാഗങ്ങളും ഈ ധർമ്മസമരവുമൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. അള്ളാഹു അവർക്ക് കാവലേകുമാറാകട്ടെ. അള്ളാഹു അവരുടെ പട്ടിണിക്ക് ശമനം നൽകുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ദാഹജലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് വസ്ത്രം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഉപരോധത്തിൽ നിന്ന്, അനീതികളിൽ നിന്ന്, യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന് ഒക്കെയും അവർക്ക് കാവലേകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനീതിയിൽ നിന്ന് മോചിതരായി തങ്ങളുടെ നാട്ടിൽ വളരെ സ്വസ്ഥമായി സ്വാതന്ത്ര്യത്തോടുകൂടി ഉള്ള ഒരു നല്ല ജീവിതത്തിന് അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അൻസുറിൽ ഇസ്ലാമ വൽ മുസ്ലിമീന ഫീ കുല്ലി മക്കാനിൻ ഫിൽ ആലമി യാ റബ്ബൽ ആലമീൻ. اللهم انصر إخواننا في غزة، اللهم انصر إخواننا المجاهدين في غزة، اللهم انصر إخواننا المظلومين المستضعفين المجوعين في غزة، اللهم انصرهم ولا تنصر عليهم، اللهم انصرهم واهزم أعداءهم أجمعين. اللهم إنا نشكو إليك ضعف قوتهم وقلة حيلتهم وهوانهم على الناس، فلا تكلهم إلى أنفسهم ولا إلى غيرهم طرفة عين ولا أقل من ذلك. اللهم انصرهم، اللهم أنزل عليهم رحمتك وبركتك، اللهم أنزل على الظالمين، على اليهود الظالمين الغاصبين بأسك الذي لا يرد عن القوم المجرمين. اللهم اهزمهم أجمعين، اللهم اهزمهم ومن عاونهم، اللهم اهزمهم ومن ساعدهم، اللهم اهزمهم ومن وقف بجانبهم، اللهم اجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فاجعلهم كعصف مأكول. اللهم إنهم طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربنا صوت عذابك. اللهم أنزل عليهم بأسك الذي لا يرد عن القوم المجرمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.